ഭാരതം പാക് വെടിനിർത്തലിന് ശേഷമുള്ള സുരക്ഷാകാര്യ സമിതിയുടെ യോഗം ഡൽഹിയിൽ സമാപിച്ചു. ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു. കര, നാവിക, വ്യോമസേന മേധാവികൾ ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച കാര്യങ്ങൾ രാഷ്ട്രപതിയെ ധരിപ്പിച്ചു. അല്പസമയത്തിനുള്ളിൽ കേന്ദ്രമന്ത്രിസഭാ യോഗവും ചേരും. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുകയാണ്. ഗൗതം, അതീവ നിർണായകമായ യോഗങ്ങളാണ് ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്നത്. സുരക്ഷാകാര്യ സമിതിയുടെ യോഗം അല്പസമയം മുമ്പ് അവസാനിച്ചു. മാത്രവുമല്ല, ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ രാഷ്ട്രപതിയെ ധരിപ്പിക്കുന്ന സാഹചര്യവും കൂടി ഉണ്ടായിരിക്കുന്നു. വിവരങ്ങൾ. നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി യോഗം അവസാനിച്ചു. പ്രധാനമന്ത്രിയുടെ വസതിയിലാണ് ഈ യോഗം ചേർന്നത്. പ്രധാനമന്ത്രിക്കൊപ്പം ആഭ്യന്തരം, പ്രതിരോധം, അതുപോലെ തന്നെ ധനകാര്യ, വിദേശകാര്യ മന്ത്രിമാർ ഈ യോഗത്തിൽ പങ്കെടുത്തു. കൂടാതെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും ക്യാബിനറ്റ് സെക്രട്ടറിയും പ്രതിരോധ സെക്രട്ടറിയും യോഗത്തിന്റെ ഭാഗമാണ്. ഈ 8-അംഗ സമിതിയാണ് കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി എന്ന് പറയുന്നത്. ഈ നിർണായകമായ യോഗം അതിർത്തിയിലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളും വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടതിന് ശേഷമുള്ള സാഹചര്യങ്ങളുമാണ് പ്രധാനമായും വിശകലനം ചെയ്തത്. ഒപ്പം ആഭ്യന്തര സുരക്ഷ സംബന്ധിച്ചുള്ള യോഗങ്ങൾ കൂടി, ഈ ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടി ഇന്നത്തെ ഈ യോഗത്തിനകത്ത് ചർച്ചയായതായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതേസമയം 3 സേനകളുടെയും മേധാവിമാർ, കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയും വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗും അതുപോലെ നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠിയും ഇന്നിപ്പോൾ രാഷ്ട്രപതി ഭവനിലെത്തി ഒരുമിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കണ്ടു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ തുടക്കം മുതൽ പിന്നീട് ഇങ്ങോട്ടുള്ള പാക് പ്രകോപനവും ശേഷം ഭാരതം നൽകിയ തിരിച്ചടിയും ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് രാഷ്ട്രപതിക്ക് മുമ്പാകെ ഈ 3 സേനകളുടെയും മേധാവിമാർ വിശദീകരിച്ചത്. ശരി, അതീവ നിർണായകമായ യോഗങ്ങളാണ് ഡൽഹിയിൽ നടക്കുന്നത്. കേന്ദ്രമന്ത്രിസഭാ യോഗം അല്പസമയത്തിനകം ചേരും എന്നുള്ള വാർത്ത കൂടി പുറത്തുവരുന്നു. ഗൗതമാണ് വിവരങ്ങൾ പങ്കുവച്ചത്.